ഓക്കെ, എൻവൈഎൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനർജി ഹീലിംഗ്. എനർജി ഹീലിംഗ് ഒത്തിരി ടൈപ്പ് എനർജി ഹീലിംഗ് ഉണ്ട്. പ്രാണി ഹീലിംഗ്, റൈക്കി പോലുള്ള ഒത്തിരി എനർജി ഹീലിംഗ് സിസ്റ്റങ്ങളുണ്ട്. അത് വേൾഡിൽ ഫേമസ് ആണ് എന്തായാലും. പക്ഷേ അക്യുപങ്ചറിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനർജി ഹീലിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ അക്യുപങ്ചർ 8000 വർഷം അല്ലെങ്കിൽ 5000 വർഷം പഴക്കമുള്ളതാണ്. അതിൽ മെറ്റീരിയൽ വന്നു തുടങ്ങിയത് തന്നെ 2000-3000 വർഷത്തിനപ്പുറത്തേക്കാണ്. അതിന് മുമ്പ് സത്യത്തിൽ എനർജി ഹീലിംഗ് ആണ്. ഇപ്പോഴും അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ എനർജി ഹീലിംഗ് ആണ്. കാരണം സൂചി കുത്തിയാലും അതിലൊരു എനർജി ഉണ്ടെങ്കിലേ ഹീൽ ആവുള്ളൂ. ചെയ്യുന്ന ആൾക്ക് എനർജി ഇല്ലെങ്കിൽ ഹീൽ ആവൂല. ഒരു സൂചി കുത്തി അക്യുപങ്ചറിന്റെ സൂചി കുത്തലാണെന്ന് പറഞ്ഞാൽ തന്നെ സൂചിയിൽ മരുന്നില്ല. പിന്നെ മെറിഡിയൻ ആണ്. മെറിഡിയൻ വിസിബിൾ അല്ല. വിസിബിൾ അല്ലാത്ത ഒരു സാധനത്തെയാണ് നമ്മൾ സൂചി കുത്തുന്നത്. എങ്കിൽ വിസിബിൾ അല്ലാത്ത ആ മെറിഡിയനെ ചികിത്സിക്കാൻ മെറ്റീരിയൽ എന്ന വിസിബിൾ ആയ ഒരു വസ്തുവിനെ കൊണ്ട് ചികിത്സിക്കുന്നതിലും പവർഫുൾ ആണ് വിസിബിൾ അല്ലാത്ത എനർജി കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യൽ. വിസിബിൾ അല്ലാത്ത എനർജി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു 2 കാന്തങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അകന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നെഗറ്റീവോടും ചെയ്താൽ എന്താവും? 2 കാന്തങ്ങൾ തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അകന്നു പോകുന്നത് കാണാം. അവിടെ ഒരു എനർജി ഉണ്ടെന്നാണ്. ഈ എനർജിയാണ് എല്ലാത്തിലും ഉള്ളത്. ഇപ്പോ എന്താ പറയാ, യോഗ ചെയ്താലും അതിൽ ചി എനർജി, പ്രാണശക്തി, അതുകൊണ്ടാണ് രോഗം മാറുക. ഏതെങ്കിലും മരുന്ന് ഇല ചതച്ച് അതിന്റെ നീരെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു, ആ നീരിലെ ഇലക്കല്ല പവർ, അതിലുള്ള ഒരു എനർജിക്കാണ് പവർ. ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു, അതിൽ ഗുളിക കഴിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു. ആ ഇഞ്ചക്ഷനിലുള്ളതും ഗുളികയിലുള്ളതും എല്ലാം ഇതിൽ എനർജിയാണുള്ളത്. ആ പ്രൊഡക്റ്റിലല്ല ശരിക്കും രോഗം മാറുന്നത്. ആ പ്രൊഡക്റ്റിൽ ഏതോ ഒരു സൂപ്പർ എനർജി ഉണ്ടാവണം. ആ എനർജി ഇപ്പോ നീരിലും ആ കാണുന്ന പ്രൊഡക്റ്റിലല്ല, അതിലൊരു സൂപ്പർ എനർജി അവിടെയുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതിന്റെ പേര് എനർജിയാണ്. ഒരു എനർജി സിസ്റ്റം പ്രകൃതിയിലുണ്ട്. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ആ ബലം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആപ്പിള് താഴേക്ക് വീണു ആയിക്കോട്ടെ, അതിനെന്തുണ്ട്? ഗുരുത്വാകർഷണ ബലമുണ്ട്. അങ്ങനെ ഒരു ബലം ഇല്ല എന്ന് പറയാനും പറ്റൂലല്ലോ. അക്യുപങ്ചർ ചെയ്യുമ്പോൾ സൂചി കുത്തിയാല്, അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ട് കളർ തെറാപ്പി ചെയ്താല്, അല്ലെങ്കിൽ ലീഫ് വെച്ചാല്, ഇനി വേറെ ഏതെങ്കിലും വിഷയം കൊണ്ട് അക്യുപങ്ചറിന്റെ എനർജി ഹീലിംഗ് ചെയ്യാം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് അക്യുപങ്ചറിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ. അതാണ് നമ്മൾ ചെയ്യുന്ന എൻവൈഎൽ ഹീലിംഗ്. അക്യുപങ്ചർ തന്നെ വ്യത്യസ്തങ്ങളായ അക്യുപങ്ചറുകളുണ്ട്. സിംഗിൾ നീഡില്, സിംഗിൾ പോയിന്റ്, മൾട്ടി നീഡില്, തുങ് അക്യുപങ്ചർ, താങ് അക്യുപങ്ചർ, ചെവിയിൽ ചെയ്യുന്ന ഓർക്കുലർ അക്യുപങ്ചർ, മൈക്രോ അക്യുപങ്ചർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ അക്യുപങ്ചറുകളുണ്ട്. ഇതെല്ലാം എനർജി ബേസ് ചെയ്ത് തന്നെയാണ് അക്യുപങ്ചറും വർക്ക് ചെയ്യുന്നത്. ഏത് അക്യുപങ്ചറിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതേപോലെ എനർജി ഹീലിംഗ് പലരും ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും എൻവൈഎൽ ഹീലിംഗ് ആവണമെന്നില്ല. ഇപ്പൊ പ്രാണി ഹീലിംഗ് ആണ്, റൈക്കി ഹീലിംഗ് ആണ്. ഇനി വേറെ ഏതെങ്കിലും ഷാമൻ ഹീലിംഗ് ആണെങ്കിൽ ഷാമൻ ഹീലിംഗ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ അവരെന്താണോ വെച്ചേക്കുന്നത് ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ച അക്യുപങ്ചറിന്റെ ട്രയോർജിൻ അക്യുപങ്ചർ, സുജോക് തെറാപ്പി, കൊറിയയുടെ ട്രയോർജിൻ അക്യുപങ്ചർ, അല്ലെങ്കിൽ സിസ്കി, അല്ലെങ്കിൽ സിംഗിൾ നീഡിൽ അക്യുപങ്ചർ, മൾട്ടി നീഡിൽ അക്യുപങ്ചർ, ഇങ്ങനെ കുറെ അക്യുപങ്ചറുകളിൽ നിന്നും ഞാൻ പഠിച്ച മറ്റു പല വിദ്യകളിൽ നിന്നും കുറെ വിദ്യകളുണ്ട്. ആ വിദ്യകളൊക്കെ വിദ്യകളാണല്ലോ. അതിപ്പോ കളരി ആയാലും, കുംഫു ആയാലും, തൈക്കൊണ്ടോ ആയാലും, സിലാത്ത് ആയാലും, ഇതിലെല്ലാം വിദ്യകളുണ്ട്. ഈ വിദ്യകളിൽ നിന്ന് കിട്ടിയ ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് എൻ്റെ ചികിത്സാ മേഖലയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് എൻവൈഎൽ ഹീലിംഗ്. അത് ഇന്നിപ്പോ കേരളത്തിലല്ല, ഇന്ന് വേൾഡിൽ വേറെ എവിടെ ഉണ്ടോന്ന് ചെയ്യില്ല. മറ്റു പല എനർജി ഹീലിംഗ് ചെയ്യുന്നതും എൻ്റെ സിസ്റ്റവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അത് മറ്റു പല എനർജി ഹീലിംഗും അത് അവരുടെ ഹീലിംഗ് ആണ്, അത് പവർഫുൾ ആണ്. എൻ്റെ എനർജി ഹീലിംഗ് അത് എൻ്റെ മാത്രം എനർജി ഹീലിംഗ് ആണ്. ഞാൻ ഇതേപോലെ ഗ്രൂപ്പായിട്ട് 100 ആളെയും 200 ആളെയും 250 ആളെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് കേരളത്തിൽ എന്തായാലും വേറെ ആരും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി വേൾഡിൽ അങ്ങനെ പലരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ എവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ സിംഗിളായിട്ട്, ഇൻഡിവിജ്വലായിട്ട് ഒരാളെ 10 ആളെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചിലവർക്ക് പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും ആളുകളെ 200 പേരെ 300 പേരെയൊക്കെ ഒരേ ടൈമിൽ ഹീൽ ചെയ്യുകയും, വെറുതെ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ പോരാ, അതിൽ റിസൾട്ട് ലൈവ് സ്പോട്ടിൽ കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സത്യത്തിൽ കേരളത്തിൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടാലും തിരിയാൻ പറ്റും.